നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കോഴിക്കോട് DDE ഓഫീസ് KSU പ്രവർത്തകർ ഉപരോധിച്ചു. കലാപാഹ്വാനത്തിന് തനിക്കെതിരെയല്ല മുഖ്യമന്ത്രിക്കെതിരെയാണ് കേസെടുക്കേണ്ടതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഫോക്ലോർ ഫെസ്റ്റിന് കോഴിക്കോട്ട് തുടക്കമായി. ബേപ്പൂരിന്റെ ചരിത്രവും വർത്തമാനവും അടയാളപ്പെടുത്തി ഹെറിറ്റേജ് ട്രെയിൽ. മലിനജല പുനരുപയോഗത്തിനായി ഭവന നിർമ്മാണ കമ്പനിയായ കോൺഫിഡന്റ് ഗ്രൂപ്പും CWRDM-ഉം ചേർന്ന് പദ്ധതി തയ്യാറാക്കുന്നു. ഞാൻ രാജശ്രീ കൃഷ്ണദാസ്. വിശദമായ വാർത്തകളിലേക്ക്. കോഴിക്കോട് DDE ഓഫീസ് KSU പ്രവർത്തകർ ഉപരോധിച്ചു. KSU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ഉപരോധ സമരം സംഘർഷാവസ്ഥയിലെത്തി. സമരം ചെയ്ത പ്രവർത്തകർക്ക് നേരെ പോലീസ് ബലപ്രയോഗം നടത്തി. ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ സ്വകാര്യ ട്യൂഷൻ സെന്ററുകൾക്കും യൂട്യൂബ് ചാനലുകൾക്കും ചോർത്തി നൽകിയതിനെതിരെ സമഗ്ര അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് KSU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ DDE ഓഫീസ് ഉപരോധിച്ചത്. DDE ഓഫീസിൽ കുത്തിയിരുന്ന് സമരം ചെയ്ത പെൺകുട്ടികളടക്കമുള്ള KSU പ്രവർത്തകരെ പോലീസ് വലിച്ചിഴച്ച് കൊണ്ടുപോയി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. KSU ജില്ലാ സെക്രട്ടറി VT സൂരജ്, ജോയൽ ഫായിസ് നടുവണ്ണൂർ തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കലാപാഹ്വാനത്തിന് തനിക്കെതിരെയല്ല മുഖ്യമന്ത്രിക്കെതിരെയാണ് കേസെടുക്കേണ്ടതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ചെടിച്ചട്ടി കൊണ്ട് തലക്കടിച്ച രക്ഷാപ്രവർത്തനം തുടരണമെന്ന് പറഞ്ഞത് മുഖ്യമന്ത്രിയാണെന്നും VD സതീശൻ പറഞ്ഞു. മുഖ്യമന്ത്രി വളരെ രസകരമായ ഒരു കാര്യമാണ് ഇന്നലെ പറഞ്ഞിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് കലാപത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് നടന്ന മുഴുവൻ അക്രമങ്ങളുടെയും പൂർണ്ണമായ ഉത്തരവാദിത്വം മുഖ്യമന്ത്രി പിണറായി വിജയനുള്ളതാണ്. അദ്ദേഹമാണ് ഏത് കേസെടുത്താലും ഒന്നാം പ്രതിയാകേണ്ട ആൾ. കാരണം ആദ്യത്തെ അക്രമം ഉണ്ടാകുന്നത് കല്യാശ്ശേരിയിൽ കരുതൽ തടങ്കലിൽ യൂത്ത് കോൺഗ്രസ്സുകാരെ എടുത്തു എന്നതിൻ്റെ പേരിൽ പ്രതിഷേധം പ്രകടിപ്പിക്കാൻ സമാധാനപരമായി കരിങ്കൊടി കാണിച്ച ആളുകളെ DYFIക്കാർ ആക്രമിച്ചതാണ്. CPMക്കാർ, ക്രിമിനലുകൾ. പോലീസ് കേസെടുത്തത് ഇരുമ്പ് വടി കൊണ്ടും ഹെൽമറ്റ് കൊണ്ടും ചെടിച്ചട്ടി കൊണ്ടും വധിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ക്രൂരമായി ആക്രമിച്ചു എന്ന് വധശ്രമത്തിന് പോലീസ് കേസെടുത്ത FIR എടുത്ത കേസിൽ പോലീസിൻ്റെ ചുമതലയുള്ള ആഭ്യന്തരമന്ത്രി പറഞ്ഞത്
അത് ജീവൻ രക്ഷാ പ്രവർത്തനമായിരുന്നു, മാതൃകാ പ്രവർത്തനമായിരുന്നു. അതിനിയും തുടരണമെന്നാണ്. അതായത് പോലീസ് പറഞ്ഞ വധശ്രമം ഇനിയും തുടരണം എന്ന് പറഞ്ഞ് കലാപത്തിന് ആഹ്വാനം ചെയ്ത് കേസിൽ പ്രതിയാവേണ്ട ആളാണ് പിണറായി വിജയൻ. കേസെടുക്കാൻ പോലീസില്ലല്ലോ. മുഖ്യമന്ത്രിക്കും എതിരെ എങ്ങനെയാണ് കേസെടുക്കുന്നത്? ആഹ്വാനമാണ്. ആ നിലപാടാണ് അദ്ദേഹം ഇന്നലെ വരെ ആവർത്തിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഫോക്ലോർ ഫെസ്റ്റിന് കോഴിക്കോട്ട് തുടക്കമായി. രൗദ്രഭാവങ്ങളോടെ ക്രിസ്ത്യൻ കോളേജ് മൈതാനത്ത് തീച്ചാമുണ്ടി തെയ്യം നിറഞ്ഞാടി. കളരിപ്പയറ്റ്, കളമെഴുത്ത് എന്നിവയും അരങ്ങേറി. കളമെഴുത്തുകളും തെയ്യം, തിറയാട്ടം എന്നിവയുടെ ചമയങ്ങളും ഒരുക്കി 5 നാൾ നീളുന്ന ഫോക്ലോർ ഫെസ്റ്റിന് തളി ജൂബിലി ഹാളിൽ തിരിതെളിഞ്ഞു. കോർപ്പറേഷൻ വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് ഫോക്ലോർ ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. ഫെസ്റ്റിന്റെ ആദ്യ ദിവസം കളരിപ്പയറ്റ്, കളമെഴുത്ത്, തിരിയൊഴിച്ചിലും പാട്ടും, തീച്ചാമുണ്ടി തെയ്യം എന്നിവ അരങ്ങേറി. VK ശ്രീരാമൻ ഉദ്ഘാടനം ചെയ്തു. താരതമ്യേന പ്രായം കുറഞ്ഞ കലാരൂപമായ സിനിമ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കലാരൂപങ്ങളെ വിഴുങ്ങുന്ന അവസ്ഥയാണ് ഇന്നുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു. മനുഷ്യവർഗത്തെ അവന്റെ ചരിത്രത്തോട് അടുപ്പിക്കുകയും അവന്റെ സംസ്കാരത്തോട് അടുപ്പിക്കുകയും അവന്റെ തനത് സ്വരൂപത്തോട് അവനെ അടുപ്പിക്കാനുള്ള ശ്രമങ്ങൾ വളരെയധികം വേണ്ടതാണ് ഈ കാലത്ത്, പ്രത്യേകിച്ച് ഈ ഒരു ആസുര കാലത്ത്. അപ്പൊ എന്തായാലും ഈ ഒരു ആഘോഷം അതിൻ്റെതായിട്ടുള്ള എല്ലാ അർത്ഥത്തിലും ഇത് അങ്ങേയറ്റം ശ്ലാഘനീയമാണ്, പ്രശംസനീയമാണ്. ഡെപ്യൂട്ടി മേയർ CP മുസാഫർ അഹമ്മദ് അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷരായ PC രാജൻ, P ദിവാകരൻ, K കൃഷ്ണകുമാരി, കൗൺസിലർ KT സുഷാജ്, കോർപ്പറേഷൻ സെക്രട്ടറി KU ബിനി എന്നിവരും പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കാലിക്കറ്റ് സർവകലാശാല സെനറ്റിലേക്ക് സർക്കാരിനെ പോലും മറികടന്ന് നാമനിർദ്ദേശം ചെയ്തവരിൽ BJP, RSS നേതാക്കളുടെ കൂടെ കോൺഗ്രസ്, ലീഗ് നേതാക്കളും ഉണ്ടെന്ന് യൂത്ത് ലീഗ് വിമത നേതാവ് PP ഷൈജൽ. വൈസ് ചാൻസലർ നൽകിയ പട്ടിക അട്ടിമറിച്ചാണ് ഗവർണർ ചിലരെ കൂട്ടിച്ചേർത്തതെന്നും PP ഷൈജൽ പറഞ്ഞു. ഗവർണറുമായി വളരെ കൃത്യമായ രഹസ്യധാരണയാണ് ഈ വിഷയത്തിൽ മുസ്ലിം ലീഗ് നേതൃത്വം ഏർപ്പെട്ടിരിക്കുന്നത്. സർക്കാരുകൾ മാറി മാറി വരുന്ന കാലത്ത് കൃത്യമായി ക്യാബിനറ്റ് ഡിസിഷൻ എടുത്തുകൊണ്ട് ആ തീരുമാനത്തിന്റെ ഭാഗമായി എടുക്കുന്ന ആളുകളെയാണ് കാലാകാലങ്ങളിൽ VC വഴി ചാൻസലർ കൊടുക്കുകയും ചാൻസലർ അവരെ നോമിനേറ്റ് ചെയ്യാറുമുള്ളത്. എന്നാൽ ഇത്തവണ VC കൊടുത്ത ലിസ്റ്റിനെ തള്ളിക്കൊണ്ട് ഗവർണർ നേരിട്ട് നാമനിർദ്ദേശം നടത്തിയിരിക്കുകയാണ്. 18 പേരെയാണ് ഗവർണർ ഇത്തരത്തില് നാമനിർദ്ദേശം ചെയ്തിട്ടുള്ളത്. ഈ 18 പേരില് 3 പേര് മുസ്ലിം ലീഗുകാരും 3 പേര് കോൺഗ്രസുകാരുമാണ്. ബാക്കി 12 പേരെയാണ് ഗവർണർ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ചായ്വ് നിർത്തിക്കുന്ന കൃത്യമായ RSS, BJP ബന്ധമുള്ള ആളുകളെ അദ്ദേഹം അതിലേക്ക് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിലൂടെ അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ ഭരണമൊന്നുമില്ലെങ്കിലും കേരളത്തിലെ സുപ്രധാനമായ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റിലേക്ക് ഒരു BJP അംഗത്തെ ജയിപ്പിച്ചെടുക്കാൻ സാധിക്കുമെന്നുള്ള വളഞ്ഞ വഴിയാണ് ഗവർണർ ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ആ ലക്ഷ്യത്തിന് കേരളത്തിലെ മുഖ്യ പ്രതിപക്ഷ കക്ഷികളെ കൂടി അദ്ദേഹം കൂട്ടുപിടിച്ചു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഗുരുതരമായ കാര്യം എന്ന് പറയുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കോഴിക്കോടിന്റെ വലിയ ആഘോഷങ്ങൾക്കായി റിതം ഈവന്റ് ഗലേറിയ ആപ്രോൺ ഫെസിലിറ്റിയോട് കൂടിയ കോഴിക്കോട്ടെ ഏറ്റവും വലിയ മെയിൻ സ്റ്റേജ്, 1000-ലധികം സീറ്റിംഗ് കപ്പാസിറ്റി, പുഷ് ബാക്ക് സീറ്റ്സ്, ഇരുവശങ്ങളിലും LED വാളുകൾ, ക്ലൈമറ്റ് കൺട്രോൾ AC-യും ക്രിസ്റ്റൽ ക്ലിയർ സറൗണ്ട് സൗണ്ടും, വധുവിനും വരനുമായി പ്രത്യേകം മേക്കപ്പ് റൂമുകൾ, സ്പേഷ്യസ് ലോബി, VIP ഹാൾ, 300-ലധികം ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഡൈനിങ് ഹാൾ, ഓപ്പൺ കിച്ചൺ, വാഷ്റൂം, സപ്പോർട്ടഡ് ക്ലീനിംഗ് സ്റ്റാഫ്, സെക്യൂരിറ്റി സർവീസസ്, വാലെ പാർക്കിംഗ്,
ജനറേറ്റർ ബാക്കർ, വിശാലമായ കാർ പാർക്കിംഗ് തുടങ്ങി മറ്റ് ഫെസിലിറ്റികളും. റിതം ഇവന്റ് ഗാലറിയ, പുത്തൂർ മഠം, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ബേപ്പൂരിന്റെ ചരിത്രവും വർത്തമാനവും അടയാളപ്പെടുത്തി ഹെറിറ്റേജ് ട്രെയിൻ. മൂന്നാമത് അന്താരാഷ്ട്ര ബേപ്പൂർ ഫെസ്റ്റിന്റെ പ്രചരണാർത്ഥം നടത്തിയ പൈതൃക യാത്രയിലാണ് നാടിനെക്കുറിച്ച് പുത്തൻ അറിവുകൾ കണ്ടും കേട്ടും അറിഞ്ഞ് വ്യത്യസ്തമായ അനുഭവങ്ങൾ സമ്മാനിച്ചത്. ചാലിയം തീരത്തു നിന്നും ബോട്ടിൽ ആരംഭിച്ച ഹെറിറ്റേജ് യാത്ര കോഴിക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ശൈലജ ടീച്ചർ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഫറൂഖ് കോളേജ് ടൂറിസം ക്ലബ്ബിലെ 25 വിദ്യാർത്ഥികളാണ് യാത്രയുടെ ഭാഗമായത്. കോഴിക്കോടിന്റെയും ബേപ്പൂരിന്റെയും ചരിത്രവും വർത്തമാനവും ഒക്കെ പരസ്പരം പങ്കുവെക്കുന്നതായിരുന്നു ചാലിയാറിന്റെ ഓളപ്പരപ്പിലൂടെയുള്ള ബോട്ട് യാത്ര. കാപ്പാട് കപ്പലിറങ്ങിയ വാസ്കോഡഗാമയുടെയും തീരങ്ങളിലൂടെ വന്ന ഇസ്ലാം ക്രൈസ്തവ മതങ്ങളുടെയും വളർച്ചയും ഒക്കെ യാത്രയിൽ ചർച്ചയായി. ഫറൂഖ് പഴയ പാലത്തിന് സമീപം ബോട്ടിറങ്ങിയ സംഘം കോമൺവെൽത്ത് ടൈൽ ഫാക്ടറിയും സമീപമുള്ള ജർമ്മൻ ബംഗ്ലാവും സന്ദർശിച്ചു. തുടർന്ന് ബേപ്പൂർ BC റോഡിലുള്ള ഉരു നിർമ്മാണ കേന്ദ്രം സന്ദർശിച്ച സംഘം നിർമ്മാണത്തിലിരിക്കുന്ന ഉരു കയറി കാണുകയും വിവരങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തു. ഇവിടെ ഇരുന്നായിരുന്നു വാപ്പ എഴുതിയിരുന്നത്. കഥകളുടെ സുൽത്താൻ ബേപ്പൂരിന്റെ സ്വന്തം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വയലാലിൽ വീട്ടിൽ മുറ്റത്തെ മാങ്കോസ്റ്റിൻ മരച്ചുവട്ടിൽ നിൽക്കുമ്പോൾ മകൻ അനീസ് ബഷീറിന്റെ മനസ്സിൽ ഓർമ്മകൾ അലയടിച്ചു. ബേപ്പൂരിന്റെ ചരിത്രവും ടൂറിസം സാധ്യതകളും അറിയാൻ ബേപ്പൂർ ഫെസ്റ്റ് സംഘാടക സമിതി സംഘടിപ്പിച്ച പൈതൃക യാത്ര ഗോദീശ്വരം ബീച്ചിൽ സമാപിച്ചു. ബേപ്പൂരിന്റെ ടൂറിസം സാധ്യതകളെ സംബന്ധിച്ചുള്ള പ്രൊജക്ട് ടൂറിസം ക്ലബിന്റെ നേതൃത്വത്തിൽ പിന്നീട് സമർപ്പിക്കും. കോർപ്പറേഷൻ കൗൺസിലർ K സുരേഷ്, യാത്രാ ക്യൂറേറ്റർ രജീഷ് രാഘവൻ, ഫറൂഖ് കോളേജ് ടൂറിസം ക്ലബ്ബ് കോർഡിനേറ്റർ ഷുമേഷ്, ബീച്ച് മാനേജർ നിഖിൽ എന്നിവർ യാത്രയുടെ ഭാഗമായി. ഡിസംബർ 26 മുതൽ 29 വരെയാണ് ബേപ്പൂരിൽ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിന്റെ 3ാം സീസൺ അരങ്ങേറുക. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിന് മുന്നോടിയായി കബഡി ആരവത്തിൽ കോഴിക്കോട് ബീച്ച്. വനിതാ വിഭാഗം കബഡി മത്സരത്തിൽ വീർമാരുതി തലക്കുളത്തൂരിനെ തോൽപ്പിച്ച് ഗജമുഖ കണ്ണഞ്ചേരി വിജയികളായി. നാലു ദിവസങ്ങളിലായി നടക്കുന്ന ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് 3ാം പതിപ്പിന്റെ പ്രചരണാർത്ഥമാണ് കബഡി മത്സരം സംഘടിപ്പിച്ചത്. വാശിയേറിയ വനിതാ വിഭാഗം കബഡി മത്സരത്തിൽ നീർമാരുതി തലക്കുളത്തൂരിനെ പരാജയപ്പെടുത്തി ഗജമുഖ കണ്ണഞ്ചേരി ജേതാക്കളായി. കോഴിക്കോട് ബീച്ചിൽ നടന്ന കബഡി മത്സരത്തിൽ പുരുഷ വനിതാ വിഭാഗങ്ങളിലായി 4 വീതം ടീമുകളാണ് പങ്കെടുത്തത്. പുരുഷ വിഭാഗം മത്സരത്തിൽ ഗജമുഖ കണ്ണഞ്ചേരി, കുരുക്ഷേത്ര വെണ്ണക്കോട്, സാൻഡ് ഗ്രൗണ്ട് നടുവട്ടം, അശ്വമേധ എന്നിവരാണ് മാറ്റുരച്ചത്. കബഡി മത്സരത്തിന്റെ ഉദ്ഘാടനം കോഴിക്കോട് കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ CP മുസാഫർ അഹമ്മദ് നിർവഹിച്ചു. മുൻ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് TP ദാസൻ അധ്യക്ഷത വഹിച്ചു. കോഴിക്കോട് കോർപ്പറേഷൻ വിദ്യാഭ്യാസ കായികകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ C രേഖ മത്സര വിജയികൾക്ക് ക്യാഷ് പ്രൈസുകൾ വിതരണം ചെയ്തു. ചടങ്ങിൽ സ്പോർട്സ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് O രാജഗോപാൽ, ജില്ലാ സ്പോർട്സ് കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം E കോയ, സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി പ്രഭു പ്രേംനാഥ്, DTPC മാനേജർ നന്ദുലാൽ എന്നിവർ സംസാരിച്ചു. ടെക്നിക്കൽ ചെയർമാൻ ശ്രീ സൂര്യ കപൂർ, ജില്ലാ സ്പോർട്സ് കൗൺസിൽ എക്സിക്യൂട്ടീവ് മെമ്പർ ശ്രീ പ്രേമചന്ദ്രൻ, കോഴിക്കോട് ജില്ലാ സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി ശ്രീ പ്രഭു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം ജില്ലയിലെ പ്രോഗ്രാം ഓഫീസർമാർക്കായി സമന്വയം നേതൃപരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. നടക്കാവ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി ഉദ്ഘാടനം ചെയ്തു. ക്രിസ്മസ് അവധിക്കാലത്ത് നടക്കാൻ പോകുന്ന NSS സപ്തദിന സഹവാസ ക്യാമ്പിന്റെ വിവിധ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ആസൂത്രണങ്ങളും സമദർശൻ, പോളാപ്പ്, രക്തദാന പദ്ധതി തുടങ്ങിയ വിവിധ പ്രവർത്തനങ്ങൾക്കുള്ള പരിശീലനവും സമന്വയം നേതൃപരിശീലന ക്യാമ്പിൽ ഉൾപ്പെടുത്തി. നാഷണൽ സർവീസ് സ്കീമിന്റെ സംസ്ഥാന റീജിയണൽ ജില്ലാ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ പ്രോഗ്രാം ഓഫീസർമാരെയും യൂണിറ്റുകളെയും വിദ്യാർത്ഥികളെയും ക്യാമ്പിൽ ആദരിച്ചു. ക്യാമ്പിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി നിർവഹിച്ചു.
എല്ലാ മേഖലകളിലും നമ്മൾ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച് പോകുമ്പോൾ നമ്മുടെ NSS പ്രവർത്തകർക്കും അതോടൊപ്പം നിന്ന് നല്ല മൂല്യബോധമുള്ള NSSന്റെ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ സംസ്ഥാനത്ത് കാഴ്ചവെക്കാൻ സാധിച്ചു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ നേട്ടമാണ്. ആ നേട്ടത്തിനോടൊപ്പം നിന്നിരിക്കുന്ന ആ നേട്ടം കൈവരിക്കാൻ സാധിച്ചിട്ടുള്ള നിന്നിട്ടുള്ള എല്ലാവരെയും കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ അഭിനന്ദനങ്ങൾ കൂടി ഈ ഒരു അവസരത്തിൽ അർപ്പിച്ചുകൊണ്ട് നടക്കാവ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടിയിൽ സ്കൂൾ പ്രിൻസിപ്പൽ AK സജിത്രൻ അധ്യക്ഷനായിരുന്നു. RDDM സന്തോഷ് കുമാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ജില്ലാ കൺവീനർമാരായ S ശ്രീജിത്ത്, MK ഫൈസൽ, ക്ലസ്റ്റർ കൺവീനർ KP അനിൽകുമാർ, അവാർഡ് ജേതാക്കളായ CK ജയരാജൻ, പ്രോഗ്രാം ഓഫീസർമാരായ അബ്ദുൾ സലാം VK, സീന R, വളണ്ടിയർ ലീഡർമാരായ സെൽവ U, ആർദ്ര ഗണേഷ്, മുഹമ്മദ് ഹിഷാം എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി മറ്റൊരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കോഴിക്കോടിന്റെ വലിയ ആഘോഷങ്ങൾക്കായി റിതം ഈവന്റ് ഗലേറിയ ആപ്രോൺ ഫെസിലിറ്റിയോട് കൂടിയ കോഴിക്കോട്ടെ ഏറ്റവും വലിയ മെയിൻ സ്റ്റേജ്, 1000-ലധികം സീറ്റിംഗ് കപ്പാസിറ്റി, പുഷ് ബാക്ക് സീറ്റ്സ്, ഇരുവശങ്ങളിലും LED വാളുകൾ, ക്ലൈമറ്റ് കൺട്രോൾ AC-യും, ക്രിസ്റ്റൽ ക്ലിയർ സറൗണ്ട് സൗണ്ടും, വധുവിനും വരനുമായി പ്രത്യേകം മേക്കപ്പ് റൂമുകൾ, സ്പേഷ്യസ് ലോബി, VIP ഹാൾ, 300-ലധികം ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഡൈനിങ് ഹാൾ, ഓപ്പൺ കിച്ചൺ, വാഷ്റൂം, സപ്പോർട്ടഡ് ക്ലീനിംഗ് സ്റ്റാഫ്, സെക്യൂരിറ്റി സർവീസസ്, വാലെ പാർക്കിംഗ്, ജനറേറ്റർ ബാക്കപ്പ്, വിശാലമായ കാർ പാർക്കിംഗ് തുടങ്ങി മറ്റ് ഫെസിലിറ്റികളും. റിതം ഇവന്റ് ഗലേറിയ, പുത്തൂർ മഠം, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. മലയാള മനോരമ മുൻ റെസിഡന്റ് എഡിറ്ററും കാലിക്കറ്റ് പ്രസ് ക്ലബ്ബ് പ്രഥമ പ്രസിഡന്റുമായ P. അരവിന്ദാക്ഷന്റെ നിര്യാണത്തിൽ കാലിക്കറ്റ് പ്രസ് ക്ലബ്ബിൽ അനുശോചന യോഗം സംഘടിപ്പിച്ചു. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് M. ഫിറോസ് ഖാൻ അധ്യക്ഷനായി. മുതിർന്ന പത്രപ്രവർത്തകർ സംബന്ധിച്ചു. കേരള പത്രപ്രവർത്തക യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെയും സീനിയർ ജേർണലിസ്റ്റ് ഫോറത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് അനുശോചന യോഗം സംഘടിപ്പിച്ചത്. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് M. ഫിറോസ് ഖാൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഇതുപോലുള്ളൊരു സ്ഥാപനത്തിന് വിദ്യാഭാവം നൽകിയ ആളുകളിൽ ഒരാൾ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അങ്ങനെ കുറച്ച് പേര് അന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇല്ല. കാരണം ഒരു ഇത് ഉണ്ടാക്കുന്ന ആളുകൾ അവർക്കുള്ള പ്രസക്തി പിന്നീട് വരുന്നവർക്കില്ല. കാരണം നമ്മളെ ഇപ്പൊ ഇത് എന്തായാലും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പക്ഷെ അത് ആദ്യം അതിനെ കല്ലിടുന്ന അല്ലെങ്കിൽ ആദ്യം അതിനെ വിൽക്കുക, അത് കുറച്ച് നല്ല വലിയൊരു പോരാട്ടമാണ്. കാരണം കോഴിക്കോട് നഗരഹൃദയത്തിൽ കണ്ണായ സ്ഥലത്ത് 5 സെന്റ് സ്ഥലം സർക്കാരിൽ നിന്ന് വാങ്ങിയെടുക്കുക ഒരുപാട് പേര് പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ അതിന് കെട്ടിടം ഉണ്ടാക്കുക, കെട്ടിടം നിലയിലെത്തിക്കുക, അതിലുള്ള ഒരു ചെറിയ നവീകരണം മാത്രമേ പിന്നീട് നമുക്ക് നടത്തുന്നുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി അവിടെ ഒരു ആദ്യ വരിയിൽ നിന്നിരുന്ന ഒരു പേര് കൂടി കാലയളവിൽ കൂടിയായിട്ട്. സെക്രട്ടറി PS രാകേഷ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. CM K പണിക്കർ, K അബൂബക്കർ, NP ചെക്കുട്ടി, M ബാലഗോപാലൻ, VN ജയഗോപാൽ, K നീനി, അശോക് ശ്രീനിവാസ്, PJ ജോഷുവ, TK രാമകൃഷ്ണൻ, COT അസീസ്, ആറ്റക്കോയ പള്ളിക്കണ്ടി, M ജയതിലകൻ, K മോഹൻദാസ് തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മലിനജല പുനരുപയോഗത്തിനായി ഭവന നിർമ്മാണ കമ്പനിയായ കോൺഫിഡന്റ് ഗ്രൂപ്പും CWRDM-ഉം ചേർന്ന് പദ്ധതി തയ്യാറാക്കുന്നു. ഇത് സംബന്ധിച്ച് സാധ്യതാ പഠന കരാറിൽ ഇരുവരും ഒപ്പുവെച്ചു. ജലദൗർലഭ്യവും വെള്ളത്തിന്റെ അമിത ചൂഷണവും മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനുള്ള നൂതന പദ്ധതി നടപ്പാക്കാൻ ഭവന നിർമ്മാണ കമ്പനിയായ കോൺഫിഡന്റ് ഗ്രൂപ്പും ജലവിഭവ വികസന വിനിയോഗ കേന്ദ്രവും കൈകോർക്കുന്നു. കോഴിക്കോട് കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഫീനിക്സ് അപ്പാർട്ട്മെന്റിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ പദ്ധതി നടപ്പിലാക്കുന്നതിന് മുന്നോടിയായി സാധ്യതാ പഠന കരാറിൽ ഇരു കൂട്ടരും ഒപ്പുവെച്ചു. പഠന ഗവേഷണങ്ങൾക്കായി 50 ലക്ഷം രൂപയുടെ കരാറാണ് ഉണ്ടാക്കിയതെന്ന് കോൺഫിഡന്റ് ഗ്രൂപ്പ് MD TA ജോസഫ് അറിയിച്ചു. അപ്പോൾ നമ്മളിവിടെ കേരളത്തിലല്ല എല്ലായിടത്തും തന്നെയുള്ള കാര്യമാണ് ഈ അപ്പാർട്ട്മെന്റുകളിൽ ഉണ്ടാകുന്ന മാലിന്യജലം എങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നുള്ളത്. കേരളത്തില് അല്ലെങ്കിൽ മറ്റുള്ള സ്റ്റേറ്റിലായാലും PC പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ നോംസ് എല്ലാം ഉണ്ട്. പദ്ധതി വിജയകരമായാൽ പുറന്തള്ളുന്ന മലിനജലത്തിന്റെ 30% വരെ പുനരുപയോഗിക്കാനാകുമെന്ന് CWRDM എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ മനോജ് P. സാമുവൽ വ്യക്തമാക്കി.
പുനരുപയോഗിക്കാൻ സാധിക്കും. നമ്മുടെ ബാത്റൂമുകളിലേക്കും ഫ്ലഷുകളിലേക്കും ഒക്കെ അതെങ്ങനെ പുനരുപയോഗിക്കാൻ സാധിക്കും എന്നുള്ളൊരു സാധ്യതയാണ് ഇവർ തേടുന്നത്. അപ്പം അതിനെക്കുറിച്ച് ഉള്ള പഠന പ്രവർത്തനങ്ങൾ നടത്തിയതിനു ശേഷം മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്താനാണ് PWRDMനെ കോൺഫിഡൻസ് ഗ്രൂപ്പ് സമീപിച്ചത്. അതിന്റെ തുടർച്ചയാണ് ഇന്ന് നമ്മൾ MOU സൈൻ ചെയ്യുന്നത്. അപ്പാർട്ട്മെന്റിലെ ശുചിമുറികൾ ഒഴികെ അടുക്കള, കുളിമുറി, വാഷിംഗ് മെഷീൻ എന്നിവയിൽ നിന്നുള്ള മലിനജലം 2 പ്രത്യേക ടാങ്കുകളിലായി ശേഖരിച്ച് പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ശുദ്ധീകരിച്ച് ഗാർഡനിംഗ്, കാർ വാഷ്, ഫ്ലഷിംഗ് എന്നിവയ്ക്കായി പുനരുപയോഗിക്കുന്ന സംവിധാനമാണ് വിഭാവനം ചെയ്യുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കാരപ്പറമ്പ് നെല്ലിക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ഊട്ടുപുര സമർപ്പണം ഡിസംബർ 24-ന് നടക്കും. ക്ഷേത്രാങ്കണത്തിൽ നടക്കുന്ന ചടങ്ങിൽ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് നെല്ലിക്കാവ് ദേവസ്വം കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. കഴിഞ്ഞ 20-ലധികം വർഷമായി ഭാഗവത സപ്താഹം നടത്താറുണ്ട്. ആ സപ്താഹത്തിന് അന്നദാനം അതായത് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം ഭക്തജനങ്ങൾക്ക് ഏകദേശം 500 അതിലധികം ആൾക്കാരും വിശേഷ ദിവസങ്ങളിൽ കൂടുതലായിട്ടും പങ്കെടുക്കാറുണ്ട്. ആ സന്ദർഭത്തിൽ അന്നദാനം നടത്താറുണ്ട്. ആ നടത്തുന്നതിന് സൗകര്യപ്രദമായൊരിടം അവിടെ ഉണ്ടായിരുന്നില്ല. താൽക്കാലികമായൊരു ഷെഡ് നിർമ്മിച്ച് അതിലാണ് ഞങ്ങൾ ഇത് ചെയ്തിരുന്നത്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അത് കുറച്ചുകൂടി സൗകര്യപ്രദമായ, കുറച്ചുകൂടി വൃത്തിയും ചിട്ടയോടെ കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ഇടം വേണമെന്ന ധാരണ കമ്മിറ്റിക്കുണ്ടായിരുന്നു. അത് സാമ്പത്തികമായി അത് ചെയ്യുവാനുള്ളൊരു സാമ്പത്തിക ശക്തി യഥാർത്ഥത്തിൽ കമ്മിറ്റിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ എങ്കിലും ഒരു ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് അതിന്റെ പ്രവർത്തനം തുടങ്ങുകയും ആളുകളുടെ ഒരു സഹകരണം കൊണ്ട് കുറച്ച് ബാധ്യതകൾ അവശേഷിച്ചെങ്കിലും അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകദേശം പൂർത്തീകരിക്കാൻ കഴിയും. അപ്പം അതിന്റെ ഉദ്ഘാടനത്തിലാണ് നമ്മുടെ ബഹുമാനപ്പെട്ട കോഴിക്കോടിന്റെ വളരെ പ്രമുഖനായ ശ്രീധരൻപിള്ള, ഗോവ ഗവർണർ ശ്രീധരൻപിള്ളയാണ് 24-ാം തീയതി തുറന്ന് ക്ഷേത്രത്തിന് സമർപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. കിഴക്കുംപാടം റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജീവൻ രക്ഷാ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. കൗൺസിലർ ഗിരിജ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ആസ്റ്റർ മിംസ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ട്രെയിനർ മുനീർ MP ക്ലാസിന് നേതൃത്വം നൽകി. വൈസ് പ്രസിഡന്റ് അരിക്കനാട്ട് ശ്രീജിത്ത് അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി വിനോദ് പാറയിൽ, ട്രഷറർ ശരവണൻ തുടങ്ങിയവരും സംസാരിച്ചു. വിജയകൃഷ്ണൻ ഉപഹാര സമർപ്പണം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോഴിക്കോട് DD ഓഫീസ് KSU പ്രവർത്തകർ ഉപരോധിച്ചു. കലാപാഹ്വാനത്തിന് തനിക്കെതിരെയല്ല മുഖ്യമന്ത്രിക്കെതിരെയാണ് കേസെടുക്കേണ്ടതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഫോക്ലോർ ഫെസ്റ്റിന് കോഴിക്കോട് തുടക്കമായി. ബേപ്പൂരിന്റെ ചരിത്രവും വർത്തമാനവും അടയാളപ്പെടുത്തി ഹെറിറ്റേജ് ട്രെയിൽ. മലിനജല പുനരുപയോഗത്തിനായി ഭവന നിർമ്മാണ കമ്പനിയായ കോൺഫിഡന്റ് ഗ്രൂപ്പും CWRDMും ചേർന്ന് പദ്ധതി തയ്യാറാക്കുന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.